വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് പപ്പടക്കറി. മീനും ബീഫും ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയമാണിത്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ വെക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് വേണ്ടത് ഞാനൊരു 10 പപ്പടം ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, ഒരു 10-20ഓളം ഉള്ളി 2 പീസാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കാദ്യം തേങ്ങ വറുത്തെടുക്കാം. നമ്മൾ വറുത്തരച്ച കറിക്ക് തേങ്ങ വറക്കില്ലേ എന്ന രൂപത്തിലാണ് ഈ തേങ്ങ വറുത്തെടുക്കേണ്ടത്. വറുത്തെടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്താൽ കറിക്കൽപ്പം ടേസ്റ്റ് കൂടി നിൽക്കും. അല്പം വെളിച്ചെണ്ണ നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഒരല്പനേരം കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 2 സ്പൂൺ മല്ലി ആഡ് ചെയ്യാം. മല്ലി ഇല്ലാത്തവർക്ക് മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. പക്ഷെ അത് തേങ്ങ നന്നായി വറുത്തതിന് ശേഷം വേണം മല്ലിപ്പൊടി, ഒരുവിധം വറുത്തതിന് ശേഷം വേണം മല്ലിപ്പൊടി ആഡ് ചെയ്യാൻ. പിന്നെ നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. ഇത് രണ്ടും ഇല്ലാത്തവർ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അത് ലാസ്റ്റ് സ്റ്റേജിൽ ഇട്ടാൽ മതി. തേങ്ങ ഒരുവിധം മൂത്ത് കഴിയുമ്പോൾ ഇട്ടാൽ മതി. പാകമായിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറാൻ വയ്ക്കാം. അന്നേരം കൊണ്ട് നമുക്ക് ഈ പപ്പടം വറുത്തു പോരാം. ഈ ചൂടാറിയിട്ടുള്ള ഈ വറുത്ത തേങ്ങ നമുക്ക് ആദ്യം വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കണം. അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊടിച്ചെടുക്കാം. പൊടിച്ച ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. വറുത്ത തേങ്ങ ഒരിക്കലും വെള്ളത്തോടു കൂടി അടിക്കരുത്. ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാനെല്ലാം വെളിച്ചെണ്ണയാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ഉള്ളി ആഡ് ചെയ്യാം. എൻ്റെ തറവാട്ടിലൊക്കെ ആദ്യം ഫുള്ളായിട്ടാണ് ഉള്ളിയിട്ട് വഴറ്റിയിരുന്നത്. പക്ഷെ അപ്പോൾ എന്തോ ഒരു പിള്ളേർക്ക് അത് ഉള്ളി ഇട്ടും എടുത്ത് മാറ്റിക്കളി. നമുക്ക് പകുതിയാക്കി ഇടുമ്പോൾ അത് കറിയിലേക്ക് യോജിച്ചു പോകും. ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്തു, വേപ്പില ഇട്ടു. നല്ല ഫ്രഷ് വേപ്പിലയാണ്, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ വേപ്പിലയാണ്. ഞാൻ പുറത്തുനിന്ന് മേടിക്കാറില്ല വേപ്പില. ഒരുവിധം നന്നായി വെന്തിട്ടുണ്ട് ഉള്ളി. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള വറുത്തരച്ച അരപ്പ് ആഡ് ചെയ്യാം. കറി കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി കുറുകും. അപ്പം ഇത്തിരി വെള്ളം ഒഴിക്കണം നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് കറി വച്ച ശേഷം ഇത്തിരി ചൂടുവെള്ളമായിട്ട് ഒഴിച്ചാലും മതി. പെട്ടെന്ന് കുറുകും. അത് നന്നായി തിളക്കാൻ അനുവദിക്കുക. ഒരല്പം ഉപ്പും ആഡ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമുക്കിത് തിളപ്പിക്കാം. കറി ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള പപ്പടം ആഡ് ചെയ്യാം. പപ്പടം ആഡ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇടാൻ. വളരെ ടേസ്റ്റിയാണ്. വേറെ എന്നുവെച്ചാൽ ഈ കറി കൊണ്ട് നമുക്ക് ചോറ് നന്നായിട്ട് കഴിക്കാൻ പറ്റും. ഇതിൻ്റെ തറവാട്ടിലെ റെസിപ്പിയാണ്. പഴയ നാളിലൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പം എല്ലാവരും മോഡേൺ ആയില്ലേ. ഈ ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കറി ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാൻ. നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇത്തിരി വെള്ളം ആഡ് ചെയ്യാം. അടിപൊളിയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം. താങ്ക് യു.